കുട്ടനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പാക്കേജുമായി സംസ്ഥാന സർക്കാർ. പാക്കേജിന്റെ രൂപരേഖ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി. 702.5 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടറാണ് റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പഠനത്തിന് ശേഷമാണ് കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക പാക്കേജ് ജില്ലാ കളക്ടർ തയ്യാറാക്കിയത്. വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടായിരുന്നു പാക്കേജിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒടുവിൽ ഫിഷറീസ്, അഗ്രികൾച്ചർ, ജലവിഭവ വകുപ്പ് എന്നിവ ചേർന്ന് പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. നമുക്ക് ഈ ഒരു വലിയൊരു ഇത്രയും വലിയൊരു എക്കോസിസ്റ്റത്തെ, വലിയൊരു സംവിധാനത്തെ പ്രൊട്ടക്ട് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. നമ്മൾ 3 ആശയങ്ങളായിട്ട് വെച്ചേക്കും. ഒന്ന് ഫിഷറീസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഏകദേശം 200 കോടി രൂപയുടെ പ്രപ്പോസൽ നമ്മുടെ ഫിഷറീസ് സെക്ടറിൽ വെച്ചിട്ടുണ്ട്. രണ്ടാമത് അഗ്രികൾച്ചർ സെക്ടറായിട്ട് ബന്ധപ്പെട്ടൊരു 375 കോടി പ്രപ്പോസലും, വാട്ടർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിട്ട് 175 കോടി പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. മൊത്തം 700 കോടി പ്രപ്പോസലും. കുട്ടനാട്ടിലെ മടവീഴ്ച തടയുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പാക്കേജാണ് തയ്യാറായിരിക്കുന്നത്. ഈ വർഷം മാത്രം 35 തവണയാണ് കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടായത്. കൂടാതെ കുട്ടനാട്ടിലെ പമ്പയാറിൻ്റെ ഭാഗമായുള്ള ഇടത്തോടുകൾ പൂർണ്ണമായും പോള നിറഞ്ഞ സ്ഥിതിയാണ്. ഇത് നീക്കം ചെയ്ത് ഒഴുക്ക് സുഗമമാക്കും. 82 ദിവസത്തിനകത്ത് വെച്ച് 5 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ തരണം ചെയ്യാൻ നമ്മൾ കുട്ടനാട്ടിൽ ഏകദേശം 65ഓളം തോടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും 13 പഞ്ചായത്തിൽ 5 തോട് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ തോടുകൾ മൊത്തം ശുദ്ധീകരിച്ച് അതൊക്കെ ഇപ്പോൾ മണ്ണ് കയറി കിടക്കുന്ന, മൂടി കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പോള മൂടി കിടക്കുന്നത്. അപ്പോൾ ഈ പോളയും മാറ്റി മണ്ണും മാറ്റി 2 സൈഡും ബലപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ ഇതിനകത്ത് പ്രപ്പോസലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലഡിങ് വരെ ഒരു പരിധി വരെ നമുക്കിത് മാനേജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുട്ടനാടിനെയും കുട്ടനാട്ടിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് വേമ്പനാട് കായലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് രൂപം നൽകിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് പുളിങ്കുന്നിനൊപ്പം ഷാജഹാൻ.